ഭാഗം 2. പുസ്തകം 6 അധ്യായം 6. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. ചാട്ടവാറടിയും മുൾക്കിരീടം ധരിപ്പിക്കലും. സുവിശേഷകർ പറയുന്നതുപോലെ വെള്ളിയാഴ്ച പ്രഭാതമായപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ, മുഖ്യ പുരോഹിതർ, നിയമജ്ഞർ എന്നിവർ ക്രിസ്തുവിനെ വധിക്കാനുള്ള തീരുമാനം എടുക്കാനായി യോഗം ചേർന്നു. വധിക്കുന്ന കാര്യത്തിൽ അവരെല്ലാവരും യോജിപ്പിലായിരുന്നു. എങ്കിലും നീതി നിയമമനുസരിച്ചാണ് അത് ചെയ്യുന്നതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവർ യോഗം ചേർന്നത്. കയ്യാഫാസിന്റെ അരമനയിലായിരുന്നു യോഗം. ഈശോയെ ഇരുട്ടറയിലെ തടവിൽ നിന്നിറക്കി ഒരിക്കൽ കൂടി സംഘത്തിന്റെ മുൻപാകെ ഹാജരാക്കാൻ ഉത്തരവുണ്ടായി. അവനെ അവർക്ക് പരിശോധിക്കണം. നീതിന്യായ വ്യവസ്ഥയുടെ കിങ്കരന്മാർ അപ്പോൾ തന്നെ വിലങ്ങുകൾ അണിയപ്പെട്ട അവനെ വലിച്ചിഴച്ചുകൊണ്ടുവന്നു. അവർ അവനോട് വീണ്ടും ചോദിച്ചു, നീ ക്രിസ്തുവാണോ എന്ന് പറയുക. അവർ ദൈവത്തിന്റെ അഭിഷിക്തനാണോ എന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. അവനെ ശ്രവിക്കാനും സത്യം ഗ്രഹിക്കാനുമുള്ള താൽപര്യം കൊണ്ടായിരുന്നില്ല അവർ ചോദിച്ചത്. അവന്റെ മേൽ കുറ്റം ആരോപിക്കുക എന്നതായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. സത്യത്തിനു വേണ്ടി മരണം പുൽകാൻ സദാ തയ്യാറായിരുന്ന ക്രിസ്തു അത് നിഷേധിച്ചില്ല. എന്നാൽ ശത്രുക്കൾക്ക് വിദ്വേഷം പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കത്തക്ക വിധം അത് ഏറ്റുപറഞ്ഞതുമില്ല. തന്റെ നിഷ്കളങ്കതയ്ക്കും ജ്ഞാനത്തിനും ഉതകാത്ത വിധം താൻ പറയുന്ന വാക്കുകളിൽ നിന്ന് അടർത്തിയെടുത്ത് ശത്രുക്കൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തടഞ്ഞ് അവൻ പ്രതിവചിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുഭാഗത്ത് ഇരിക്കും. അപ്പോൾ പുരോഹിതർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അപ്പോൾ കർത്താവ് പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ ഞാൻ ആണെന്ന്. ഈ ഉത്തരം വ്യക്തമാക്കുന്നത് ഇതാണ്: നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ ദൈവപുത്രനാണെന്ന്. എന്തെന്നാൽ എന്റെ പ്രവൃത്തികളും എന്റെ പ്രമാണങ്ങളും നിങ്ങളുടെ തന്നെ തിരുലിഖിതങ്ങളും ഇപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്യുന്ന കാര്യങ്ങളും തെളിയിക്കുന്നത് ഞാനാണ് നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ക്രിസ്തു എന്നത്രേ. ഈ ന്യായാധിപ സംഘത്തിന് മേൽപ്പറഞ്ഞ രീതിയിൽ കൃത്യമായി തന്നെ തിരുലിഖിതങ്ങളുടെ അനുഭവ പാരമ്പര്യങ്ങളുടെയും വെളിച്ചത്തിൽ ഈ സത്യമറിയാൻ കഴിയുമായിരുന്നു. എങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാൻ വയ്യാത്ത വിധം അവരുടെ മനസ്സ് അന്ധമായിരുന്നു. അവനെ വിശ്വസിക്കുന്നതിനു പകരം അവന്റെ വാക്കുകൾ ദൈവദൂഷണം എന്ന് വ്യാഖ്യാനിച്ച് മരണത്തിനർഹനെന്ന് തീരുമാനിച്ചു. അവർ ഒന്നടങ്കം ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇനി സാക്ഷികളെക്കൊണ്ട് എന്താവശ്യം? അവൻ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രഭാതമായപ്പോൾ യൂദയായുടെ റോമൻ പ്രവിശ്യാധികാരിയായിരുന്ന പന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ അവർ അവനെ ഏൽപ്പിച്ചു. പരിശുദ്ധ അമ്മ അകലെയിരുന്ന് ഇതെല്ലാം ദർശിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്റെ ധ്യാന സങ്കേതം വിട്ട് പീലാത്തോസിന്റെ അരമനയിലെത്തി തന്റെ മകനെ കുരിശിൽ മരിക്കും വരെയും അനുഗമിക്കാൻ തീരുമാനിച്ചു. പരിശുദ്ധ അമ്മ സഹിയോൻ ശാരയിൽ നിന്നിറങ്ങുമ്പോൾ യോഹന്നാൻ അവിടെയെത്തി. അതുവരെ നടന്ന സംഭവങ്ങൾ അറിയിക്കാൻ വന്നതായിരുന്നു അദ്ദേഹം. പരിശുദ്ധ അമ്മ തന്റെ ജ്ഞാനവരത്താൽ എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ ദർശിക്കുന്ന കാര്യം യോഹന്നാന് അറിഞ്ഞുകൂടായിരുന്നു. അമ്മയുടെ അരികിലെത്തിയ ഉടനെ തോട്ടത്തിൽ വച്ച് ഭയന്നോടിയ തന്റെ ദുഷ്ടതയെപ്പറ്റി ഓർത്ത് ആ ശിഷ്യൻ അനുതാപത്തോടെ കുറ്റമേറ്റു പറഞ്ഞ് അവളോട് മാപ്പ് ചോദിച്ചു. തുടർന്ന് അയാൾ തന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചിന്തകളെല്ലാം അവളോട് പങ്കുവച്ചു. അവൻ അതുവരെ ചെയ്തതും ഗുരുവിന്റെ പിന്നാലെ ചെന്ന് താൻ കണ്ട കാര്യങ്ങളെല്ലാം വർണ്ണിച്ചു. തന്റെ മകന്റെ അപ്പോഴത്തെ ദാരുണാവസ്ഥ കണ്ട് ആ അമ്മ തകർന്നു പോകുമെന്ന് ഭയന്ന് യോഹന്നാൻ ആ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് അമ്മയെ ഒരുക്കാൻ തീരുമാനിച്ചു. സഹനത്തിന്റെ ചില ദൃശ്യങ്ങൾ അവളുടെ മനസ്സിൽ മുൻകൂട്ടി പതിപ്പിക്കാൻ വേണ്ടി അയാൾ അവളോട് ഇപ്രകാരം പറഞ്ഞു, എന്റെ അമ്മേ, നമ്മുടെ കർത്താവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. ആ കാഴ്ച കണ്ടാൽ ആരുടെയും ഹൃദയം തകർന്നു പോകും. അടിയും ഇടിയും തുപ്പലുമേറ്റ് ആ സുന്ദരവദനം അവർ വിരൂപമാക്കിയിരിക്കുന്നു. ആ മുഖം ഇപ്പോൾ കണ്ടാൽ അമ്മ പോലും അവനെ തിരിച്ചറിയുകയില്ല. പരിശുദ്ധ അമ്മ താൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന ഭാവത്തിൽ ആ മൊഴികൾ കേട്ടിരുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയാൽ അവൾ കണ്ണീരൊഴുക്കി. അവളോടൊപ്പം യോഹന്നാനെ ശ്രവിച്ച ഭക്തസ്ത്രീകളും കണ്ണുനീർ വാർത്തു. സ്വർഗീയ രാജ്ഞി അവരോടും യോഹന്നാനോടും തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ പറഞ്ഞു, നമുക്ക് എത്രയും വേഗം അവന്റെ പക്കലേക്ക് പോകാം. വിശുദ്ധ യോഹന്നാനും ഏതാനും വിശുദ്ധ സ്ത്രീകളും പരിശുദ്ധ അമ്മയെ അനുധാവനം ചെയ്തുകൊണ്ട് ജെറുസലേം തെരുവുകളിലൂടെ നടന്നു.
ഇവരിൽ എല്ലാവരും അവസാനം വരെ അവനോടൊപ്പം ഉണ്ടായിരുന്നില്ല. മറിയം നാമധാരികളായ 3 പേരും ഏതാനും ചില സ്ത്രീകളും മാത്രമേ അവസാനം വരെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ അഭ്യർത്ഥനയനുസരിച്ച് അവൾക്ക് തന്റെ പുത്രന്റെ സമീപമെത്താൻ വഴിയൊരുക്കിയ മാലാഖമാരും ഉണ്ടായിരുന്നു. ഈ മാലാഖമാർ അമ്മയുടെ ആജ്ഞകൾക്ക് കാതോർത്ത് അവൾക്ക് കാവൽ ദൂതരായി വർത്തിച്ചു. നസ്രായനായ ഈശോയെപ്പറ്റി അഭിപ്രായ പ്രകടനങ്ങൾ നടന്നതും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അവൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഏറ്റവും സങ്കടകരമായിരുന്നു അതെല്ലാം. അവനെയോർത്ത് ദുഃഖിക്കുന്ന ഒരു കൂട്ടം കരുണയുള്ള മനുഷ്യരും അവിടെയുണ്ടായിരുന്നു. എങ്കിലും അവർ എണ്ണത്തിൽ കുറവായിരുന്നു. മറ്റു ചിലർ അവനെ കുരിശിൽ തറയ്ക്കാൻ തീരുമാനിച്ചവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുറ്റവാളിയെപ്പോലെ ബന്ധിക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് ശത്രുക്കൾ അവനെ തെരുവിലൂടെ വലിച്ചുകൊണ്ടു പോകുന്നത് കണ്ടവരുടെ ദൃക്സാക്ഷി വിവരണവും അവൾ കേട്ടു. അവനേറ്റ നിന്ദനങ്ങളെപ്പറ്റി അവൾ പരിതപിച്ചു. എന്ത് തിന്മയാണ് അവൻ പ്രവർത്തിച്ചതെന്ന് അവർ ചോദിച്ചു. അവർ ഇപ്രകാരം പറഞ്ഞു: അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഇതാ അവനെ ഇവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതുപോലുള്ളവരൊക്കെ തട്ടിപ്പുകാരാണ്. എന്തെന്നാൽ ഇപ്പോൾ തടവിൽ നിന്നും സ്വയം മോചിതനാകാൻ അവന് കഴിയുന്നില്ലല്ലോ. ആശയക്കുഴപ്പത്തിലാണ്ടും തിങ്ങി നിറഞ്ഞും നീങ്ങുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ സ്വർഗീയ രാജ്ഞിയെ മാലാഖമാർ ആനയിച്ചു. ആ യാത്രയിൽ അവൾ തന്റെ പുത്രനെ കണ്ടു. അവൾ ആ പാവന പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് ഭക്ത്യാദരവുകളോടെ അവിടുത്തെ ആരാധിച്ചു. ഇന്നോളം ഒരു സൃഷ്ടിയും സമർപ്പിച്ചിട്ടില്ലാത്ത വിധം, ഇനിയൊരിക്കലും ഇതേപോലെ ആർക്കും സാധ്യമല്ലാത്ത വിധം അവൾ കർത്താവിനെ ആരാധിച്ചു. അവൾ എഴുന്നേറ്റപ്പോൾ അമ്മയും മകനും പരസ്പരം നോക്കി. അന്തരാത്മാവിന്റെ അഗാധതയിൽ നിന്ന് അവാച്യമായ നെടുവീർപ്പോടും കണ്ണുനീരോടും സ്നേഹത്തോടും കൂടി അവർ സംസാരിച്ചു. വാക്കുകൾക്കുപരി അവർക്ക് 2 പേർക്കു മാത്രം മനസ്സിലാകുന്ന ഹൃദയത്തിന്റെ ഭാഷയിലാണ് അവർ സംസാരിച്ചത്. അമ്മ ഈശോയുടെ വശത്തേക്ക് ഒതുങ്ങി അവന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഹൃദയം കൊണ്ട് നിത്യപിതാവിനോടും ഈശോയോടും അവൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ശരീരമാസകലം മുറിവേറ്റ് മാലിന്യം നിറഞ്ഞ് ബന്ധിതനായി നിൽക്കുന്ന തന്റെ പുത്രന്റെ ദാരുണമായ ചിത്രം അമ്മയുടെ മനോമുകുരത്തിൽ ഒരിക്കലും മായാതെ പതിഞ്ഞു കിടന്നിരുന്നു. അവളുടെ നേത്രങ്ങൾ ആ ചിത്രത്തെ എല്ലാ നിമിഷവും ദർശിച്ചുകൊണ്ടേയിരുന്നു. പുരോഹിത സംഘത്തിന്റെയും അസംഖ്യം ജനക്കൂട്ടത്തിന്റെയും അകമ്പടിയോടെ ഈശോയെ പന്തിയോസ് പീലാത്തോസിന്റെ അരമനയിലേക്ക് ആനയിച്ചു. യഹൂദർ അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെസഹ ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന സമയമായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. ഈ അനുഷ്ഠാനത്തിന്റെ ക്രൂരമായ വൈരുദ്ധ്യം അവർ കണ്ടില്ല. നിഷ്കളങ്കനായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ വധിക്കാൻ കോപവെറിപ്പൂണ്ട് നിൽക്കുന്ന അവർ എത്രമാത്രം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു എന്നവർ തിരിച്ചറിഞ്ഞില്ല. വെറും പൊള്ളയായ കപടമായ ആചാരാനുഷ്ഠാനത്തിന്റെ ബാഹ്യമായ പ്രകടനം മാത്രമായിരുന്നു ഈ ശുദ്ധിയാക്കൽ. പുറജാതിക്കാരനെങ്കിലും പീലാത്തോസ് അവരുടെ ആചാരനിഷ്ഠയെ മാനിച്ചു. അവർ പ്രത്തോറിയത്തിൽ പ്രവേശിക്കാത്തതിനാൽ അയാൾ പുറത്തേക്ക് ചെന്ന് അവരെ സംബോധന ചെയ്തു. റോമാക്കാരുടെ ഔപചാരിക കീഴ്വഴക്കമനുസരിച്ച് അയാൾ ചോദിച്ചു: ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? യോഹന്നാൻ 18:28. അവർ ഉടനെ പറഞ്ഞു: ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. യോഹന്നാൻ 18:30. ഈ മറുപടി സൂചിപ്പിക്കുന്നത് ഇതാണ്: ഇവൻ ചെയ്ത കുറ്റകൃത്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നീതി നടപ്പാക്കാനും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനും ഞങ്ങൾ ബദ്ധശ്രദ്ധരുമാണ്. ആയതിനാൽ ഇവൻ ഒരു വലിയ കുഴപ്പക്കാരനായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവനെതിരെ നടപടികൾ തുടങ്ങുകയില്ലായിരുന്നു. ഈ മറുപടിയിൽ തൃപ്തി വരാത്തതിനാൽ പീലാത്തോസ് വീണ്ടും ചോദ്യം തുടർന്നു. കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ തക്കവിധം ഇയാൾ എന്തു കാര്യമാണ് ചെയ്തത്? അവർ ഉടനെ പ്രതിവചിച്ചു: ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നീതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു. ലൂക്ക 23:2. ഇവൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുന്നു. ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു. പീലാത്തോസ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ തന്നെ ഇയാളെ കൊണ്ടുപോയി കൊള്ളുക. നിങ്ങളുടെ നിയമങ്ങളനുസരിച്ച് ഇയാളെ വധിച്ചുകൊള്ളുക. ഇയാളെ വിസ്തരിക്കാൻ പറ്റിയ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ യഹൂദ സംഘം വിട്ടുകൊടുത്തില്ല.
അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കാരെയും മരണശിക്ഷയ്ക്ക് വധിക്കാനോ വിധിക്കാനോ അനുവാദമില്ല. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാനും ഭക്തസ്ത്രീകളും ഈ രംഗത്തിന് സാക്ഷികളായിരുന്നു. എന്തെന്നാൽ എല്ലാം കാണാൻ പറ്റിയ സൗകര്യപ്രദമായ ഒരു സ്ഥലം അവരെ സംരക്ഷിച്ചിരുന്ന മാലാഖമാർ അവർക്കായി ഒരുക്കിയിരുന്നു. അവളുടെ കന്യാഹൃദയത്തിൽ നിന്ന് ദുഃഖം അണപൊട്ടിയൊഴുകി. അത് രക്തക്കണ്ണീരായി അവളുടെ കോമളാനനത്തെ നനച്ചു. ശിരോവസ്ത്രത്താൽ മറയ്ക്കപ്പെട്ടിരുന്നതിനാൽ അത് മറ്റുള്ളവർക്ക് ദൃഷ്ടിഗോചരമായില്ല. അവളുടെ ആന്തരിക വ്യാപാരങ്ങളിൽ ഏറ്റവും പൂർണ്ണമായി അവൾ സ്വപുത്രനെ അനുഗമിച്ചു. അവന്റെ ശരീരം ഏറ്റുവാങ്ങിയവയെല്ലാം തന്റെ വേദനയിലൂടെയും സഹനത്തിലൂടെയും അവൾ സ്വന്തമാക്കി. തന്റെ ദിവ്യപുത്രന്റെ ദർശനം തനിക്കൊരിക്കലും നഷ്ടമാകാൻ ഇടയാകരുതേയെന്ന് അവൾ നിത്യപിതാവിനോട് പ്രാർത്ഥിച്ചു. അവൻ തടവറയിലായിരുന്ന സമയമൊഴികെ എല്ലായ്പ്പോഴും ഈ അനുഗ്രഹം അവൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. യഹൂദ പുരോഹിതരും ശത്രുക്കളും ക്രിസ്തുവിനെപ്പറ്റി പീലാത്തോസിന്റെ മുൻപിൽ ഉന്നയിച്ച ഒരു മുഖ്യ ആരോപണം അവൻ ഗലീലയിൽ പ്രസംഗിച്ചു നടന്ന് ജനങ്ങളെ ഇളക്കിവിട്ടു എന്നതായിരുന്നു. ഇതു കേട്ട് പീലാത്തോസ് അവൻ ഗലീലിക്കാരനാണോ എന്നന്വേഷിച്ചു. അവൻ ജനിച്ചു വളർന്നത് അവിടെയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. താൻ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തലയൂരാനും ക്രിസ്തുവിനെ തന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കാനും ഇത് പറ്റിയ ഒരു അവസരമായി അദ്ദേഹം കരുതി. ഈ സംഭവങ്ങൾ അരങ്ങേറുന്ന സമയത്ത് യഹൂദരുടെ പെസഹ ആചരണത്തിനായി ഹേരോദേസ് ജെറുസലേമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാലനായ ഈശോയെ വധിക്കാനായി ബെത്ലഹേമിന് ചുറ്റുമുള്ള ശിശുക്കളെ വധിക്കാൻ ഉത്തരവിട്ട ഹേരോദേസിന്റെ മകനായിരുന്നു ഇയാൾ. മത്തായി 2:16. ഇയാൾ ജന്മന യഹൂദനായിരുന്നില്ല. ഒരു യഹൂദ സ്ത്രീയെ വിവാഹം കഴിച്ച് യഹൂദ വിശ്വാസത്തിലേക്ക് വന്നയാളായിരുന്നു. അതിനാൽ മകനായ 2-ാം ഹെരോദേസ് മോശയുടെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്തിരുന്നു. പീലാത്തോസിന്റെ ഭരണകാലത്ത് പാലസ്തീനായിലെ ഗലീലിയായിരുന്നു അയാളുടെ കീഴിലുള്ള പ്രവിശ്യ. പീലാത്തോസ് യൂദായും ഭരിച്ചിരുന്നു. പാലസ്തീനായിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യകളായിരുന്നു ഇവ രണ്ടും. കുറെ കാലം മുൻപ് പീലാത്തോസ് റോമായുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനായി ഒരു നിഷ്ഠൂര കൃത്യം ചെയ്തു. ജെറുസലേം ദേവാലയത്തിൽ അനുഷ്ഠാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കലഹക്കാരായ ഏതാനും ഗലീലിക്കാരെ പീലാത്തോസ് കൊല്ലുകയും അവരുടെ രക്തമെടുത്ത് ബലിപീഠത്തിൽ ബലിരക്തവുമായി കൂട്ടിക്കലർത്തുകയും ചെയ്തു. ഈ സംഭവം ഹെരോദേസിനെ അത്യധികം പ്രകോപിപ്പിച്ചു. ബലിപീഠം ഇപ്രകാരം അശുദ്ധമാക്കിയതുമൂലം ഹെരോദേസിനുണ്ടായ കോപം ശമിപ്പിക്കാൻ പീലാത്തോസ് ഇതൊരവസരമായി കണ്ടു. സ്വയം പണിപ്പെടാതെ ഹെരോദേസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈശോയെ ഹെരോദേസിന്റെ അടുക്കിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ക്രിസ്തുവിനെ കുറ്റവിചാരണ ചെയ്യാനും വധിക്കാനും ഹെരോദേസിന്റെ ഭരണത്തിനു കീഴിലുള്ള പ്രജ എന്ന നിലയ്ക്ക് അയാൾക്ക് അധികാരമുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇത്. പീലാത്തോസിന് മറ്റൊരു പ്രതീക്ഷ കൂടിയുണ്ടായിരുന്നു. നിഷ്കളങ്കനും പുരോഹിതരുടെ വിദ്വേഷത്തിനും അസൂയയ്ക്കും ഇരയായവനും എന്ന നിലയ്ക്ക് ഹെരോദേസ് ക്രിസ്തുവിനെ വെറുതെ വിട്ടേക്കാം. പീലാത്തോസ് ക്രിസ്തുവിനെ തന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ഹെരോദേസിന് അത്യധികം സന്തോഷമുണ്ടായി. തന്റെ ഉത്തരവിൻ പ്രകാരം പണ്ട് ചിരച്ഛേദം ചെയ്യപ്പെട്ട സ്നാപക യോഹന്നാന്റെ ഉറ്റ സ്നേഹിതനാണ് ക്രിസ്തു എന്നയാൾ അറിഞ്ഞിരുന്നു. അവന്റെ പ്രഘോഷണങ്ങളെപ്പറ്റിയും ഹെരോദേസ് കേട്ടിരുന്നു. വ്യർത്ഥമായ കൗതുകം പൂണ്ട് ക്രിസ്തു തന്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ തനിക്ക് വിനോദവും അത്ഭുതവും നൽകുന്ന അസാധാരണമായ എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. ലൂക്ക 23:8. ജീവന്റെ നാഥൻ ഇതാ കൊലപാതകിയായ ഹെരോദേസിന്റെ മുൻപിൽ. പണ്ട് ആബേലിന്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിച്ചതിനേക്കാൾ ഉച്ചത്തിൽ ഇയാൾക്കെതിരെ സ്നാപക യോഹന്നാന്റെ രക്തം നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഹൃദയം നിറയെ വിഷാദവും കുറ്റബോധവുമായിരുന്നു. അത്യുന്നതന്റെ ഭീകരമായ വിധിയെപ്പറ്റി ഇയാൾ തികച്ചും അജ്ഞനായിരുന്നു. താൻ ഏതോ മന്ത്രവാദിയെ കാണാൻ പോകുന്നു എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ടാണ് ഇയാൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത്. ഈ മിഥ്യാധാരണയോടെ ഹെരോദേസ് ക്രിസ്തുവിനെ നിരീക്ഷിക്കാനും ചോദ്യം ചെയ്യാനും തുടങ്ങി. അവനെക്കൊണ്ട് എന്തെങ്കിലും അത്ഭുത പ്രകടനം നടത്തി തന്റെ ജിജ്ഞാസയെ ശമിപ്പിക്കാമെന്ന് അയാൾ കരുതി. എന്നാൽ ജ്ഞാനത്തിന്റെ ഉടയവനായ ദൈവപുത്രൻ എളിമയോടെ ഈ നീച ന്യായാധിപന്റെ മുൻപിൽ ഒരക്ഷരം ഉരിയാടിയില്ല. എന്തെന്നാൽ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ താഴ്ന്നുപോയ ഇയാൾക്ക് ജീവന്റെ വചനം കേൾക്കാനുള്ള യോഗ്യത ഇല്ലായിരുന്നു. അത് അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയുമായിരുന്നു. യഹൂദ പ്രമുഖന്മാരും പുരോഹിതരും വട്ടം കൂടി നിന്ന് പീലാത്തോസിന്റെ മുൻപിൽ ഉയർത്തിയ ആരോപണങ്ങൾ വീണ്ടും അവതരിപ്പിച്ചു. അവരുടെ നടുവിൽ നിന്ന അപമാനങ്ങൾ ഏറ്റുവാങ്ങി നിശബ്ദനായി കർത്താവ് നിന്നത് ഹെരോദേസിനെ നിരാശനാക്കി. സത്യം ഗ്രഹിക്കാനുള്ള യാതൊരു യോഗ്യതയും അയാൾക്കില്ലല്ലോ.
ഈ അവസ്ഥയാണ് ഈ ഭൂമുഖത്തെ ശക്തന്മാരും രാജകുമാരന്മാരും ഏറ്റവുമധികം ഭയപ്പെടേണ്ടത്. അനീതിയുടെ അവതാരമായ ആ നീചൻ തന്റെ അസ്വസ്ഥത മറയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടു. അയാൾ നിഷ്കളങ്കനായ ഗുരുവിനെ നിന്ദിക്കാനും പരിഹസിക്കാനും ഒരുമ്പെട്ടു. തന്റെ കിങ്കരന്മാരെയും പടയാളികളെയും ഇക്കാര്യത്തിൽ ഒപ്പം കൂട്ടി പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ അയാൾ കർത്താവിനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് തിരികെ അയക്കാൻ ഉത്തരവിട്ടു. പീലാത്തോസിന് വീണ്ടും ക്രിസ്തുവിനെ നേരിടേണ്ടി വന്നു. യഹൂദരാകട്ടെ അവനെ കുരിശിൽ തറയ്ക്കാനുള്ള മുറവിളിയുമായി പീലാത്തോസിനോട് അട്ടഹസിച്ചു കൊണ്ടുമിരുന്നു. പീലാത്തോസിന് ക്രിസ്തുവിന്റെ നിരപരാധിത്വം നന്നേ ബോധ്യപ്പെട്ടതാണ്. യഹൂദരുടെ കടുത്ത വിദ്വേഷവും അസൂയയും അയാൾ കണ്ടു. ഹെരോദേസ് ഈ പ്രശ്നം തന്റെ കോടതിയിലേക്ക് തിരികെ അയച്ചത് റോമാ പ്രൊക്യുറേറ്ററെ ശരിക്കും പ്രതിസന്ധിയിലാക്കി. വിധികർത്താവെന്ന നിലയിൽ കാര്യങ്ങൾ ഒതുക്കി തീർത്ത് എങ്ങനെയെങ്കിലും യഹൂദരെ തൃപ്തിപ്പെടുത്താൻ അയാൾ പല വഴികളും ആലോചിച്ചു. ബറാബാസിന് പകരം ക്രിസ്തുവിനെ വിട്ടുതരാൻ ഉന്നത പുരോഹിതരും യഹൂദ പ്രമാണികളുമായി രഹസ്യമായി ആലോചിക്കാൻ തീരുമാനിച്ചു. സ്വതന്ത്രനാകുന്നതിനു മുൻപ് എന്തെങ്കിലും ചില ശിക്ഷകൾ അവന് നൽകുകയും ചെയ്യാം. രണ്ടാം പ്രാവശ്യവും ഈശോയെ ശിക്ഷിക്കാനുള്ള ആവശ്യവുമായി അവർ എത്തും മുൻപ് തന്നെ ഇപ്രകാരം ഒരു നടപടി പീലാത്തോസ് എടുത്തിരുന്നു. ബറാബാസിനും ഈശോയ്ക്കുമിടയിൽ ഇവരിൽ ഒരാളെ സ്വതന്ത്രനാക്കാനുള്ള ആവശ്യമുന്നയിക്കാൻ 2-3 തവണ പീലാത്തോസ് അവസരം കൊടുത്തിരുന്നു. ആദ്യം ഈ നിർദ്ദേശം വച്ചത് ഹെരോദേസിന്റെ മുമ്പിലേക്കയക്കുന്നതിന് മുൻപായിരുന്നു. ഇപ്പോൾ അവനെ തിരികെ കൊണ്ടുവന്നപ്പോൾ ഇക്കാര്യം വീണ്ടും അവതരിപ്പിച്ചു. ഇക്കാര്യം സുവിശേഷകർ ആഖ്യാനം ചെയ്തിരിക്കുന്നത് 2 തരത്തിലാണെങ്കിലും അടിസ്ഥാനപരമായി അവയിൽ പരസ്പര വൈരുദ്ധ്യമില്ല. മത്തായി 27:17. പീലാത്തോസ് യഹൂദരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഈ മനുഷ്യനെ എന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നു. ജനങ്ങളെ വഴിതെറ്റിക്കുന്നുവെന്നും വ്യാജം പഠിപ്പിക്കുന്നുവെന്നും പറയുന്നു. നിങ്ങളുടെ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഹെരോദേസിന്റെ മുൻപിലും ഉന്നയിച്ചു. ഞാൻ ഇയാളെ ഹെരോദേസിന് വിട്ടുകൊടുത്തെങ്കിലും അയാൾ ഇവന് ശിക്ഷ വിധിച്ചില്ലല്ലോ. അതുകൊണ്ട് സ്വയം നന്നാകാൻ ഇയാൾക്ക് അവസരം കൊടുക്കാൻ ലഘുശിക്ഷ കൊടുത്ത് പറഞ്ഞുവിടും. പെസഹ ആചരണത്തോട് അനുബന്ധിച്ച് നടത്താറുള്ളതുപോലെ ഒരു കുറ്റവാളിയെ വിട്ടയക്കുന്ന കീഴ്വഴക്കം മാനിച്ച് ഞാൻ ഇയാളെ വിട്ടയക്കും. പകരം ബറാബാസിനെ ശിക്ഷിക്കുകയും ചെയ്യും. ഈശോയെ പീലാത്തോസ് വിട്ടയക്കാൻ പോകുന്നുവെന്ന് കേട്ട യഹൂദ സംഘം വീണ്ടും വലിയ ബഹളമുണ്ടാക്കി പ്രതിഷേധം അറിയിച്ചു. നിർത്തു, ക്രിസ്തുവിനെയല്ല ബറാബാസിനെയാണ് ഞങ്ങൾക്കു വേണ്ടത്. പീലാത്തോസ് ആൾക്കൂട്ടവുമായി തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ ക്ലോദിയ പ്രാക്യുല ഒരു ദൂതനെ അയച്ച് ഇപ്രകാരം ഭർത്താവിനെ അറിയിച്ചു: ആ മനുഷ്യനോട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? അദ്ദേഹത്തെ വിട്ടയക്കൂ. ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് ചില ദർശനങ്ങളുണ്ടായി. അതുമൂലം ഞാൻ ഏറെ അസ്വസ്ഥയായിരിക്കുന്നു. ഈ ദൂത് പീലാത്തോസിന്റെ മനസ്സിൽ വല്ലാത്ത ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. അയാൾ വല്ലാതെ ആകുലനായിത്തീർന്നു. എന്നാൽ അയാളുടെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ലൗകിക താൽപര്യങ്ങളായിരുന്നതിനാൽ രക്ഷകൻ നൽകിയ യഥാർത്ഥ സഹായങ്ങളെ തിരസ്കരിച്ചു. തന്മൂലം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അയാൾ 3-ാം പ്രാവശ്യവും ആൾക്കൂട്ടവുമായി തർക്കിക്കാനും ക്രിസ്തുവിന്റെ നിരപരാധിത്വം ഉയർത്തിപ്പിടിക്കാനും ശ്രമം തുടങ്ങി. കർത്താവായ ഈശോയിൽ താൻ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് അയാൾ പ്രസ്താവിച്ചു. അതുകൊണ്ട് അവനെ ഒരു ചെറുശിക്ഷ മാത്രം നൽകി വിട്ടയക്കണമെന്നും പറഞ്ഞു. എന്നാൽ യഹൂദരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. യഹൂദർ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചേ അടങ്ങുകയുള്ളൂ എന്ന വാശിയിലായിരുന്നു. ഗത്യന്തരമില്ലാതെ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു: ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് നിങ്ങളുടെ കാര്യമാണ്. ഇങ്ങനെ ചെയ്യാൻ പീലാത്തോസിന് തോന്നിയതെന്തുകൊണ്ടാണ്? ഈ അനുഷ്ഠാനം നടത്തുക വഴി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്നും കുറ്റം യഹൂദ പ്രമാണികളുടെ മേൽ പതിച്ചുകൊള്ളുമെന്നും അയാൾ കരുതി. പീലാത്തോസ് യഹൂദ പ്രമാണികളുമായി ധാരണയിലായി. പീലാത്തോസ് ഒഴിച്ചുവിടാൻ ആഗ്രഹിച്ച കുറ്റഭാരം അവർ തങ്ങളുടെയും തങ്ങളുടെ മക്കളുടെയും മേൽ ഇറക്കിവെച്ചു. തങ്ങളുടെ ഏറ്റവും ഭയാനകമായ വിധിവാചകവും ശാപവും അവർ ഉച്ചത്തിൽ ഉരുവിട്ടു: അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. മത്തായി 27:25. പരിശുദ്ധ മാലാഖമാരുടെ പ്രത്യേക ഇടപെടൽ മൂലം പീലാത്തോസിന്റെ ഭവനത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുന്നിരുന്ന പരിശുദ്ധ അമ്മ നീതിയില്ലാത്ത ന്യായാധിപനും പുരോഹിതരും നിയമജ്ഞരും തമ്മിൽ തന്റെ പുത്രനെ സംബന്ധിച്ചു നടത്തുന്ന വാദവിവാദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ബാഹ്യമായി അവൾ ശാന്തത പാലിച്ചെങ്കിലും ശത്രുക്കളുടെ മൂർച്ചയേറിയ വാക്കുകൾ ഇരുതല വാൾ പോലെ അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു.
എന്നാൽ അവളുടെ ഉള്ളിലെ നെടുവീർപ്പുകൾ സ്വർഗപിതാവിന്റെ കർണപ്പുടങ്ങളിൽ നിലവിളികളായി പ്രതിധ്വനിച്ചു. ആ വിലാപം ജെറമിയായുടെ വാക്കുകളിൽ മക്കളെയോർത്ത് വിലപിച്ച റാഹേലിന്റെ നിലവിളിയേക്കാൾ സ്വീകാര്യമായിരുന്നു. തന്റെ ഏകപുത്രനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നവരുടെ മേൽ പ്രതികാരത്തിന് പകരം മാപ്പു നൽകി രക്ഷിക്കാനാണ് അവൾ പ്രാർത്ഥിച്ചത്. പരിശുദ്ധ അമ്മയാണ് പുതിയ റാഹേൽ. അവൾ എല്ലാ കാര്യങ്ങളിലും തന്റെ തിരുപുത്രനെ അനുകരിക്കുകയും അവന്റെ പരിശുദ്ധിയിലും പരിപൂർണതയിലും പങ്കാളിയാകുകയും ചെയ്തു. ലൂസിഫറിന് യഹൂദരുടെ കൈകളാൽ ഈശോയെ വധിക്കാൻ കഴിയുമോ എന്ന ഭയാശങ്കയുണ്ടായിരുന്നു. അതിനാൽ അവൻ അവരിൽ സകല പൈശാചിക ക്രോധവും നിറച്ചു. പീലാത്തോസാകട്ടെ സത്യത്തിനും ലൗകിക താൽപര്യങ്ങൾക്കുമിടയിൽ ഞെരുങ്ങി. അവസാനം രണ്ടാമത്തേതിന് കീഴടങ്ങി. ക്രിസ്തുവിനെ നിഷ്കളങ്കനായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ ചാട്ടവാറടിക്ക് വിധേയനാക്കാൻ കൽപ്പിച്ചു. ഉത്തരവ് ലഭിച്ച ഉടനെ സാത്താന്റെ ശക്തി നിറഞ്ഞ ശത്രുക്കൾ കർത്താവിനെ ശിക്ഷാവേദിയിലേക്ക് ആനയിച്ചു. ഈ സ്ഥലം ഒരു അങ്കണമായിരുന്നു. പീലാത്തോസിന്റെ ഭവനത്തോടനുബന്ധിച്ച് 4 ചുറ്റും കെട്ടിയടച്ച ഈ സ്ഥലത്താണ് കുറ്റവാളിയുടെ കുറ്റങ്ങൾ ഏറ്റുപറയിക്കുന്നതിനുള്ള മർദ്ദനമുറകൾ പ്രയോഗിച്ചിരുന്നത്. നെടും തൂണുകൾ താങ്ങിയും അധികം ഉയരം ഇല്ലാത്തതുമായ ഒരു കെട്ടിടം അതിനെ ചുറ്റി നിന്നിരുന്നു. വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ തൂണുകളിലൊന്നിൽ അവർ കർത്താവിനെ ബന്ധിച്ചു. അവൻ ഒരു മാന്ത്രികനായതിനാൽ കെട്ടുകളഴിച്ച് രക്ഷപ്പെട്ടാലോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ശത്രുക്കൾ ഇക്കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കാട്ടിയത്. ആദ്യം അവൻ ധരിച്ചിരുന്ന വെളുത്ത വസ്ത്രം അവർ ഉരിഞ്ഞുമാറ്റി. അവർ തോട്ടത്തിൽ വെച്ച് ബന്ധിച്ചപ്പോൾ മുറുകെ കെട്ടിയിരുന്ന കയറുകളും ചങ്ങലകളും വേഗത്തിൽ അഴിച്ചപ്പോൾ മുറിവുകൾ വലുതാവുകയും തീവ്രവേദന അനുഭവിക്കുകയും ചെയ്തു. കൈകൾ സ്വതന്ത്രമാക്കിയപ്പോൾ നിന്ദനങ്ങൾ അവന്റെ മേൽ കോരിച്ചൊരിഞ്ഞു. തുന്നലില്ലാത്ത അങ്കി അവർ ഉരിഞ്ഞുമാറ്റി. പണ്ട് ഈജിപ്തിൽ പ്രവാസിയായിരുന്ന കാലത്ത് ബാലനായ ഈശോയ്ക്ക് അമ്മ നെയ്തുകൊടുത്ത വസ്ത്രത്തിന്റെ അതേ മാതൃകയിലുള്ളതായിരുന്നു ഇതും. ഇപ്രകാരം വിവസ്ത്രനാക്കപ്പെട്ട് കർത്താവ് ഒരു വലിയ പുരുഷാരത്തിന്റെ മുൻപിൽ നിൽക്കുന്നു. 6 പടയാളികൾ അവനെ തൂണിൽ ബന്ധിച്ച് തങ്ങളുടെ സൗകര്യം പോലെ ചാട്ടയടി ഏൽപ്പിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്നു. ലൂസിഫറിന്റെ അരൂപിയാൽ നയിക്കപ്പെട്ടാൽ അല്ലാതെ ഒരു മനുഷ്യനും ചെയ്യാനാവാത്ത വിധം ഭീകരമായ രീതിയിൽ പടയാളികൾ ഒരു സമയത്ത് 2 പേർ വീതം അവനെ അടിച്ചു തുടങ്ങി. ആദ്യത്തെ 2 മർദ്ദകർ അനേകം കെട്ടുകളുള്ളതും കഠിന ബലമുള്ളതുമായ കയറുകൾ കെട്ടിയ ചാട്ടകൾ ഉപയോഗിച്ച് അവനെ അടിച്ചു. അധ്വാനം മൂലം അവർ ക്ഷീണിതരായി. അടിപ്പാടുകൾ മൂലം കർത്താവിന്റെ ദിവ്യശരീരത്തിൽ നീര് വന്നു. തിരുരക്തം കട്ടപിടിച്ച് ആ ശരീരം വികൃതമായി. ആദ്യത്തെ മർദ്ദകർ 2 പേരും പിൻവാങ്ങിയപ്പോൾ അടുത്ത മർദ്ദകർ കൃത്യം ഏറ്റെടുത്തു. അവർ മുൻഗാമികളെക്കാൾ ഊർജ്ജസ്വലതയോടെ ഉപദ്രവിച്ചു തുടങ്ങി. കട്ടിയേറിയ തുകൽവാറുകൾ കൊണ്ടടിച്ച് മുൻപുള്ളവർ വരുത്തിയ പാടുകൾക്കൊപ്പം ശരീരത്തിൽ മറ്റു പാടുകളും ചീർത്തു വന്നു. അടിപ്പാടുകൾ മുറിഞ്ഞ് കരുവാളിച്ചു. ചോര പുറത്തേക്കൊഴുകി. ആ തിരുരക്തം മർദ്ദകരുടെ വസ്ത്രങ്ങളെയും നനച്ചു. ചെറിയ അരുവി പോലെ ഒഴുകി തറയിൽ വീണ് രക്തം തളം കെട്ടി. അവർ പിൻവാങ്ങിയപ്പോൾ 3ാമത്തെ മർദ്ദകരെത്തി. അവർ ഏറ്റവും കട്ടിയേറിയതും ഉണങ്ങിയ മരക്കഷ്ണം പോലെ ഉറച്ചതുമായ തുകൽ ചാട്ടകൾ പ്രയോഗിക്കാൻ തുടങ്ങി. അവരുടെ ചാട്ടപ്രയോഗങ്ങൾ അവന്റെ ശരീരത്തിൽ ആദ്യം പതിച്ച അടികളെക്കാളും ക്രൂരമായിരുന്നു. എന്തെന്നാൽ മുൻപേയുള്ള മുറിവുകളിലേക്കാണ് അവ ചെന്ന് വീണ്ടും വീണ്ടും പതിച്ചത്. അതും കൂടാതെ ക്രിസ്തുവിനോടുള്ള പൈശാചികമായ കോപത്താൽ ജ്വലിച്ച പൈശാചിക ഗണങ്ങൾ മർദ്ദകരെ രഹസ്യമായി കൂടുതൽ ഉത്തേജിപ്പിച്ചു കൊണ്ടുമിരുന്നു. അവിടുത്തെ തിരുശരീരത്തിൽ ഇനി മുറിവേൽക്കാത്തതായി ഒരിടവുമില്ല. ദീർഘനേരത്തെ മർദ്ദനത്തിന്റെ ഫലമായി അവന്റെ നിർമ്മല ശരീരത്തിൽ നിന്നും മാംസം അടരുകയും അതിന്റെ അംശങ്ങൾ ചിതറി നിലത്തു വീഴുകയും ചെയ്തു. തോളിന്റെ ഒരു ഭാഗത്ത് അസ്ഥി തെളിഞ്ഞു. അത് ചോര കട്ടപിടിച്ച് ചുവന്നിരുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മാംസം അടർന്ന് കൈവെള്ളയുടെ വിസ്താരത്തിൽ അസ്ഥികൾ പുറത്തേക്ക് കാണാറായി. മറ്റെല്ലാ മനുഷ്യരെക്കാളും തേജസാർന്ന ആ സൗന്ദര്യത്തെ പൂർണ്ണമായും നിസ്തേജമാക്കാനായി അവന്റെ മുഖത്തും കൈകളിലും കാലുകളിലും ചാട്ടക്കൊണ്ടടിച്ച് വികൃതമാക്കി. നിഷ്കളങ്കനായ ദൈവക്കുഞ്ഞാട് അങ്ങനെ മർദ്ദകരുടെ സർവക്രോധത്തിനും ഇരയായിത്തീർന്നു. ദിവ്യരക്തം തറയിൽ വീണ് കട്ടപിടിച്ചു കിടന്നു. മുഖത്തും കൈകാലുകളിലുമേറ്റ പരിക്കുകൾ വർണ്ണനാതീതമാം വിധം ക്രൂരമായിരുന്നു. എന്തെന്നാൽ ഈ ഭാഗങ്ങൾ അനേകം ലോലമായ ഞരമ്പുകളുടെ സംഗമസ്ഥാനങ്ങളാണല്ലോ. ആ പരിശുദ്ധ വദനം വീർത്തും മുറിവേറ്റും രക്തം പൊഴിഞ്ഞും വികൃതമായി. നീരുവച്ച കൺപോളകൾ തുറക്കാൻ വയ്യാത്ത സ്ഥിതിയുമായി.
ഇതുകൊണ്ടും അടങ്ങാത്ത ആരാചാരന്മാർ അവന്റെ ശരീരത്തിൽ തുപ്പുകയും നിന്ദ്യമായ ചീത്ത വാക്കുകളാൽ അധിക്ഷേപിക്കുകയും ചെയ്തു. കർത്താവും സമസ്ത സൃഷ്ടികളുടെയും ഉറവിടവും അധികാരിയും ആയിരിക്കുന്നവൻ സ്വഭാവത്താലെ തന്നെ സഹനങ്ങൾക്കതീതനാണ്. എന്നാൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കുക മൂലം അവൻ മാംസം ധരിക്കുകയും നമ്മുടെ ബലഹീനതകൾ സ്വന്തമാക്കുകയും മനുഷ്യനെപ്പോലെ ആയിത്തീരുകയും ചെയ്തു. മനുഷ്യരാൽ തിരസ്കൃതനും സങ്കടങ്ങളുടെ മനുഷ്യനുമായി. ഏശയ്യ 53:3. അപ്രകാരം ഏശയ്യായുടെ പ്രവചനം സഫലമായി. കർത്താവിനെ അനുഗമിച്ച വലിയ പുരുഷാരം പീലാത്തോസിന്റെ അരമനയുടെ നടുത്തളത്തിലും തെരുവുകളിലും തിങ്ങി നിറഞ്ഞു. അവരോരോരുത്തരും താന്താങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും മുൻവിധികൾക്കുമനുസൃതം ഈ കാര്യത്തെപ്പറ്റി തർക്കിച്ചും അടുത്ത സംഭവങ്ങൾക്കായി കാത്തും ഇരുന്നു. ഈ സഹനങ്ങളുടെ നടുവിൽ പരിശുദ്ധ അമ്മ മുൻപ് കേട്ടിട്ടില്ലാത്ത വിധം നിന്ദാവചനങ്ങൾ കേട്ടും തന്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞ നിന്ദനങ്ങളും പീഡകളും അവനോടൊപ്പം ഏറ്റുവാങ്ങി വ്യാകുലയായി മാറുകയും ചെയ്തു. കാവൽ പടയാളികൾ കർത്താവിനെ അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ അവന്റെ അമ്മ മറ്റു മേരിമാർക്കും വിശുദ്ധ യോഹന്നാനുമൊപ്പം അങ്കണത്തിന്റെ ഒരു മൂലയിലേക്ക് മാറി നിന്നു. ജ്ഞാനദൃഷ്ട്യാ അവൾ സ്വപുത്രൻ ഏറ്റുവാങ്ങിയ സകല പീഡകളും മുറിവുകളും നേരിൽ കണ്ടു. ദൃഷ്ടിഗോചരമല്ലെങ്കിലും അവളുടെ അന്തർനേത്രങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി കണ്ടിരുന്നു. തൊട്ടരികിൽ നിന്ന് കാണുന്നത് പോലെയായിരുന്നു അത്. മാലാഖമാരുടെ രാജ്ഞിയായ അമ്മ അനുഭവിച്ച ദുഃഖത്തിന്റെ ആഴം മനുഷ്യ മനസ്സുകൾക്ക് അളക്കാനാവുകയില്ല. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾക്കൊപ്പം ഈ ദുഃഖങ്ങളും ഇനി വരാനുള്ള ജീവിതത്തിൽ വെളിവാകും. അതിലൂടെ അമ്മയും പുത്രനും ഒരുപോലെ മഹത്വമണിയും. അടികളുടെ ആഘാതത്തിൽ ക്രിസ്തു എത്രത്തോളം നൊമ്പരം അനുഭവിച്ചുവോ അത്രയും തന്നെ നൊമ്പരവും പരിശുദ്ധ അമ്മയും തന്റെ കന്യാമേനിയിൽ അനുഭവിച്ചു. അവളുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നില്ല. എന്നാൽ ആ കണ്ണുകളിൽ നിന്ന് പൊഴിഞ്ഞ കണ്ണീർ കണങ്ങൾ രക്തം കലർന്ന് കാണപ്പെട്ടു. അവളുടെ മേനിയിൽ മർദ്ദനാഘാതത്തിന്റെ മുറിവുകൾ പ്രത്യക്ഷമായില്ല. എന്നാൽ അവൾ അനുഭവിച്ച കഠിന വേദന മൂലം ആ സുന്ദരമേനി വിരൂപമായി കാണപ്പെട്ടു. വിശുദ്ധ യോഹന്നാനും മറ്റ് ഭക്തസ്ത്രീകളും കണ്ട അമ്മയുടെ ഛായ പാടെ മാറിപ്പോയിരുന്നു. ശരീരത്തിലേറ്റ നൊമ്പരങ്ങൾക്കുപരിയായി അന്തരാത്മാവിൽ അവൾ അനുഭവിച്ച നൊമ്പരം അവർണ്ണനീയമാണ്. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്വാഭാവിക സ്നേഹത്തിന്റെ തലത്തിൽ നിന്നല്ല അവളുടെ ദുഃഖം ഉയർക്കൊണ്ടത്. മറ്റാരെയും കാൾ അവൾ ക്രിസ്തുവിന്റെ നിഷ്കളങ്കതയും ദൈവിക സത്തയും അറിഞ്ഞിരുന്നു. യഹൂദരും ആദാമിന്റെ മറ്റു സന്തതികളും തന്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞ നിന്ദാപമാനങ്ങളുടെ ക്രൗര്യം എത്രമേൽ ഭയാനകമായിരുന്നുവെന്ന് അറിഞ്ഞതിനാലാണ് അവൾ ഇത്രയേറെ വേദനിച്ചത്. അവരെ നിത്യമരണത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വന്നവനാണെന്ന കാര്യം അവർ വിസ്മരിച്ചു. തുടർന്ന് അവർ അവനെ പ്രത്തോര്യത്തിൽ എത്തിച്ചു. ഇവിടെയും മുൻപത്തെ പോലെ തന്നെ പുച്ഛവും ക്രൂരവുമായ നിന്ദാപമാനങ്ങളും തുടർന്നു. അവനെ കൂടുതൽ പരിഹാസ്യനായി ജനമധ്യേ പ്രത്യക്ഷപ്പെടുത്താനായി അവർ വീണ്ടും അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി. ചുവന്നതും കീറിപ്പറിഞ്ഞതുമായ ഒരു അങ്കി അവന്റെ മേൽ ചുറ്റി പരിഹാസ രാജാവായി അഭിഷേകം ചെയ്തു. മുൾച്ചെടിയുടെ ശിഖരങ്ങൾ കൂട്ടിപ്പിണച്ച് ശിരോവസ്ത്രം പോലെയാക്കി അത് തലയിൽ അടിച്ചുറപ്പിച്ച് കിരീടധാരണവും നടത്തി. മുൾച്ചെടിയിൽ നിന്നും നിർമ്മിച്ച ഈ ശിരോവസ്ത്രം കാഠിന്യമുള്ളതും നീണ്ടതുമായ മുള്ളുകൾ നിറഞ്ഞതുമായിരുന്നു. അത് തലയോട്ടിയിൽ തുളഞ്ഞു കയറി ചിലതു കണ്ണുകളിലും കാതുകളിലും തറഞ്ഞു. കർത്താവ് അതുവരെയും അനുഭവിച്ചതിലും വച്ച് ഏറ്റവും വലിയ പീഡനം ഈ മുൾക്കിരീടധാരണമായിരുന്നു. രാജാക്കന്മാരുടെ അധികാരദണ്ഡായ ചെങ്കോലിന് പകരം അവന്റെ കയ്യിൽ ഹീനമായ ഒരു ഞാങ്ങണയും പിടിപ്പിച്ചു. അവന്റെ തോളിൽ അണിയിക്കാനായി വയലറ്റ് നിറമുള്ള ഒരു ചെറിയ അംഗവസ്ത്രം കൊണ്ടുവന്നു. ഈ അംഗവസ്ത്രം ദേവാലയങ്ങളിൽ പുരോഹിതർ ധരിക്കുന്ന അംഗവസ്ത്രം പോലെയായിരിക്കും. എന്തെന്നാൽ ഈ വസ്ത്രം രാജാക്കന്മാരുടെ മേൽവസ്ത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നീചന്മാരായ പുരോഹിതരും ഫരിസേയരും കൂടി രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായവനെ പരിഹാസ രാജാവാക്കി. തുടർന്ന് അവിടെയുണ്ടായിരുന്ന പടയാളികൾ പുരോഹിതന്മാരുടെയും മറ്റ് പ്രമാണികളുടെയും സാന്നിധ്യത്തിൽ ദൈവനിന്ദാപരമായ വാക്കുകളാലും ചേഷ്ടകളാലും അവന്റെ ചുറ്റിലും നിന്ന് അവനെ അപമാനിച്ചു. ചിലർ അവന്റെ മുൻപിൽ മുട്ടുകുത്തി അവനോടിപ്രകാരം പറഞ്ഞു: യഹൂദന്മാരുടെ രാജാവേ, ദൈവം നിന്നെ രക്ഷിക്കുമാറാകട്ടെ. മറ്റു ചിലർ അവനെ തല്ലി. അവന്റെ കയ്യിൽ നിന്ന് ഞാങ്ങണ തട്ടിപ്പറിച്ച് തലയിൽ വച്ചിരുന്ന മുൾക്കിരീടത്തിനുമേൽ അവർ അടിച്ചു. അവന്റെ മേൽ തുപ്പി. ചുറ്റും കൂടി നിന്നിരുന്നവർ കോപാക്രാന്തരായ പിശാചുക്കളുടെ പ്രേരണയ്ക്കനുസൃതം അവർക്ക് തോന്നിയ വിധം അവനെ പീഡിപ്പിച്ചു.
പീഡിതനായ ഈശോയോട് അനുകമ്പ തോന്നുമെന്നും പീഡകരുടെ ഉള്ളിൽ ലജ്ജയും കുറ്റബോധവും അനുഭവപ്പെടുമെന്നും പീലാത്തോസ് വിചാരിച്ചു. അതുകൊണ്ട് അവരുടെ മുൻപിൽ ക്രിസ്തുവിനെ ഈ രൂപത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പ്രത്തോറിയത്തിൽ നിന്നും കൊണ്ടുവരുന്നതിന് ആജ്ഞ കൊടുത്തു. മുൾക്കിരീടം ധരിച്ചും ചാട്ടവാറടിയേറ്റും വികൃതമാക്കപ്പെട്ട് രക്തമണിഞ്ഞ് വിരൂപമുഖവുമായി പരിഹാസ രാജാവിന്റെ വേഷമണിഞ്ഞ് അവനെ കൊണ്ടുവന്ന് ഒരു തുറന്ന ജനാലയ്ക്കരികിൽ നിർത്തി. പീലാത്തോസ് പുരുഷാരത്തോട് ഇങ്ങനെ പറഞ്ഞു: ഇതാ മനുഷ്യൻ. യോഹന്നാൻ 19:5. നിങ്ങളീ മനുഷ്യനെ കാണുക. നിങ്ങൾ ശത്രുവായി ഗണിക്കുന്ന മനുഷ്യനെ. ഇതിൽ കൂടുതലായി എങ്ങനെയാണ് ഇയാളെ ശിക്ഷിക്കുക? എത്ര കഠിനമാണ് ഇയാളേറ്റ ശിക്ഷകൾ! ഇനി ഞാൻ എന്താണ് വേണ്ടത്? തീർച്ചയായും നിങ്ങൾക്കിനി ഇവനിൽ ഒന്നും ഭയപ്പെടാനില്ല തന്നെ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ അമ്മ തന്റെ ദിവ്യപുത്രൻ പീലാത്തോസിന്റെ മുൻപിൽ ഇപ്രകാരം നിൽക്കുന്നതും അയാൾ ഇതാ മനുഷ്യൻ എന്ന് വിളിച്ചു പറയുന്നതും കേട്ടു. അവൾ അപ്പോൾ മുട്ടിൽ വീണ് അവനെ യഥാർത്ഥ ദൈവമനുഷ്യനായി ആരാധിച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ ഏറ്റവും പ്രിയപുത്രി, നീ ചിന്തിക്കുക. മേൽ പറഞ്ഞവരിൽ ആരെയാണ് എന്റെ പുത്രന്റെയും എന്റെയും പേരിൽ തിരഞ്ഞെടുക്കുക? നിന്റെ പരിത്രാണകനും മണവാളനുമായവനിതാ നിന്ദിതനും പീഡിതനും പരിക്കത്തിനുമായി മുൾക്കിരീടം ചൂടി മുറിവുകൾ അണിഞ്ഞു നിൽക്കുന്നു. നീ അവന്റെ മൗതിക ശരീരത്തിന്റെ അംഗമായി തീരാൻ ആഗ്രഹിക്കുമ്പോൾ ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകുകയോ അവ ആഗ്രഹിക്കുക പോലുമോ ചെയ്യരുത്. നീ പീഡിതരുടെ ഭാഗത്താണ്, മർദ്ദകരുടെ ഭാഗത്തല്ല. നീ സഹിക്കുന്നവനൊപ്പമാണ്, ദുഷ്ടന്റെ ഭാഗത്തല്ല. നീ കുരിശു ചുമക്കുന്നവനും അവമതി താങ്ങുന്നവനുമൊപ്പമാണ്, അവയെ അടിച്ചേൽപ്പിക്കുന്നവരുടെ ഭാഗത്തല്ല. നീ പാപികളുടെ മാനസാന്തരത്തിനായി അധ്വാനിക്കുകയും അവരുടെ രക്ഷയ്ക്കായി നിന്റെ കഴിവിനും ജീവിതാന്തസ്സിനും അടുത്ത വിധം യത്നിക്കുകയും വേണം. ഇതാണ് ദൈവത്തിന്റെ സ്നേഹിതരുടെ കർത്തവ്യം. ഇതാണ് ദൈവമക്കളുടെ ഇഹലോകത്തിലെ ഓഹരി. വരപ്രസാദ ജീവിതത്തിലും മഹത്വത്തിലും പങ്കാളിയാകുന്നത് ഇപ്രകാരമാണ്. ഈ വരപ്രസാദത്തിൽ നിനക്ക് ഓഹരി ലഭിക്കാൻ വേണ്ടിയാണ് എന്റെ പുത്രനും കർത്താവുമായവൻ പീഡനവും നിന്ദയും സഹിച്ച് കുരിശിലേറി മരണം വരിച്ചത്. ഞാനുമിതാ ഈ ദുഃഖങ്ങളിലും പീഡാസഹനങ്ങളിലും പങ്കാളിയാണെന്ന് നീ അറിയുന്നല്ലോ. ഈ സ്മരണ ഒരിക്കലും നിന്റെ ഓർമ്മയിൽ നിന്നും മറയാൻ നീ അനുവദിക്കരുത്. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ ലോകത്തിൽ അനേകം നന്മകളും സമ്പത്തും നൽകി എല്ലാവർക്കും മേലെ ഉയർത്താനും മനുഷ്യർക്കിടയിൽ സിംഹങ്ങളെപ്പോലെ ശക്തരാക്കാനും തീർച്ചയായും നമ്മുടെ ദൈവത്തിന് കഴിയുമായിരുന്നു. മറ്റു മനുഷ്യരെയെല്ലാം അവരുടെ അപ്രതിരോധ്യ ശക്തിക്ക് വിധേയപ്പെടുത്താനും കഴിയുമായിരുന്നു. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അത് അനുചിതമാണെന്ന് അവിടുന്ന് കരുതുന്നു. എന്തെന്നാൽ അപ്രകാരം ചെയ്താൽ ലൗകിക സന്തോഷങ്ങളിലും വസ്തുക്കളിലും ആണ് മഹത്വം കുടികൊള്ളുന്നത് എന്ന് മനുഷ്യർ കരുതാനിടയാകും. അങ്ങനെ അവർ വരപ്രസാദത്തിന്റെ ഫലപ്രാപ്തിയെ തിരസ്കരിക്കുകയും നിത്യനന്മകളെ മറന്നുകളയുകയും ചെയ്യും. ഈ ജ്ഞാനത്തെ നീ ശ്രദ്ധാപൂർവം പഠിച്ച് അതിന്റെ തപോബലത്തിൽ മുന്നേറി നീ അറിഞ്ഞതും പഠിച്ചതുമായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു.